ഹലോ ഗെയ്സ്, അപ്പോൾ എല്ലാവർക്കും പൊന്നൂസ് വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനങ്ങനെ വൈകുന്നേരം 6 മണിക്ക് ജോലിയും കഴിഞ്ഞ് വന്നതാണേ. അപ്പോൾ അതേ റെയിൽവേ ക്രോസിങ്ങിന് അടച്ചിട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇത് ഭയങ്കര ഒരു ശല്യമാണ് നമുക്ക്. ഈ മിനിറ്റ് കണക്കിന് ഈ റെയിൽവേ ക്രോസ് അടച്ചിടുമ്പോൾ നമുക്ക് എന്തെങ്കിലും എമർജൻസി കേസ് വരുമ്പോൾ ഇതപ്പം ഇങ്ങനെ അടച്ചിട്ടിരിക്കും. അത് നമുക്കിപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതിനൊരു പരിഹാരം കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അടുത്ത് പാലമൊക്കെ വരാൻ വേണ്ടി പോവുകയാണ്. എന്നാലും അതുവരെ നമുക്കൊരു പാട് തന്നെയാണ്. അങ്ങനെ അത് 6 മണിക്ക് ഞാൻ ഇങ്ങനെ ചേട്ടനാണ് കേട്ടോ എന്നെ വിളിച്ചുകൊണ്ട് വരണത്. എന്തോ ഒരു വലിയ സർപ്രൈസ് വീട്ടിലുണ്ടെന്നും പറഞ്ഞുകൊണ്ട് എന്നെ വിളിച്ചുകൊണ്ട് വരുന്നതാണ്. മഴ സമയമൊക്കെയാണ്. മഴ ഇങ്ങനെ തോർന്ന് നിൽക്കുന്ന സമയമാണ്, സന്ധ്യ സമയമാണ്. അപ്പോൾ നല്ല രസമുണ്ടല്ലോ നമ്മളെ വയലിൻ്റെ ആ സൈഡൊക്കെ കാണാൻ വേണ്ടിയിട്ട്. അങ്ങനത്തെ വീട് എത്താറായി. അപ്പോൾ എന്ത് സർപ്രൈസ് ആണെന്ന് ചോദിച്ചിട്ട് പറയണമില്ല. അങ്ങനെ അനിയത്തിയും അനിയനൊക്കെ നാളെ അങ്ങനെ തിരിച്ച് വീട്ടിലോട്ട് പോകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വീട്ടിൽ എന്തെങ്കിലും ഉണ്ടാക്കുന്നതായിരിക്കും എന്ന് വിചാരിച്ചങ്ങനെ വീടിനകത്തോട്ട് കയറി. അങ്ങനെ പൊന്നൂസ് കവിത സിദ്ധുവിനെ ഇങ്ങനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. പൊന്നു അടുത്തിരിപ്പുണ്ട്. പൊന്നുവാണെങ്കിൽ എപ്പോഴും അവനെ ഇങ്ങനെ പിടിച്ച് ഉമ്മം വെപ്പും, എപ്പോഴും അവനെങ്ങനെ എടുക്കണമെന്ന് പറയും. അവൾക്ക് നമ്മൾ കൊടുക്കും, എന്നാൽ അവൾ ഇങ്ങനെ അമ്മയ്ക്ക് ഇങ്ങനെ പിടിക്കുമ്പോൾ അവനൊരു ബുദ്ധിമുട്ട് പോലെ ഇപ്പോൾ ഫീൽ ചെയ്യുന്നുണ്ട്. അവളെ കാണുമ്പോൾ തന്നെ ഇപ്പം അവന് ഒരു എന്നൊക്കെ ഇങ്ങനെ പറയും. അപ്പോൾ അവർ നാളെ പോകാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഞാൻ ഇങ്ങനെ പൊന്നൂസിനെന്ന് പറയണം, അവനെ ഒന്നും ചെയ്യരുത്, ഉപദ്രവിക്കരുത്, അവനെ അമ്മയ്ക്ക് പിടിക്കരുത്, കുഞ്ഞുങ്ങളാണ്, അവന് പറയാൻ അറിയത്തില്ലല്ലോ. അപ്പോൾ അവന് വേദന എടുക്കുമെന്നൊക്കെ പറഞ്ഞു കൊടുക്കണം. എന്നാലും എവിടെ കേൾക്കാൻ, അവൾ അതൊന്നും കേൾക്കത്തില്ല. അങ്ങനെ ഞാൻ നേരെ കിച്ചണിലോട്ട് വന്നപ്പോഴത്തേനും അതിൽ ഇലയപ്പം ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇന്ന് ഇലയപ്പമാണ് ഇവിടെ ഉണ്ടാക്കിയതെന്ന്. വീട്ടിൽ അമ്മയില്ല, താഴെ വല്യമ്മ നോക്കുമ്പോൾ വല്യമ്മയില്ല. ഇവിടെ കിടന്ന് വിളിക്കുകയാണ് അമ്മ എവിടെ പോയെന്ന്. പക്ഷെ അമ്മ അത് കേൾക്കണമൊന്നുമില്ല. പിന്നെ ഒരു സൈഡിൽ കപ്പ വേവിച്ച് വെച്ചിട്ടുണ്ട്, പപ്പടമൊക്കെ കാച്ചിട്ട് അതിൻ്റെ ബാക്കി എണ്ണയാണ് കേട്ടോ. പിന്നെ വേറൊന്നുമില്ല, അടുക്കളയിൽ വേറെ സംഭവങ്ങളില്ല. അടുക്കളയിലുള്ള ആളിനെ കാണാനില്ല. അമ്മയും വല്യമ്മ മാമി എല്ലാവരും മേളിൽ അച്ചാമ്മയുടെ വീട്ടിലിരിക്കുകയാണ്. അപ്പോൾ ചേട്ടനും എന്നെ കൊണ്ടുവിട്ടിട്ട് അങ്ങ് മുകളിലോട്ട് പോയി. അങ്ങനെ മുകളിലൊരു അതിഥി ഉണ്ടല്ലോ, മാമിയുടെ മോളുടെ കുഞ്ഞാണത്. അപ്പോൾ നമുക്ക് ഒരു സ്റ്റെപ്പിൽ തന്നെ നമുക്ക് ഈ മാസങ്ങളുടെ വ്യത്യാസത്തിൽ ഒരേ പ്രായത്തിൽ 3 കുട്ടികളെ കിട്ടി. ഒന്ന് എൻ്റെ വല്യേച്ചൻ്റെ മോള്, ഒന്ന് മാമിയുടെ മോള്, ഒന്ന് പിന്നെ എൻ്റെ അനിയത്തി. 2 ആണും 1 പെണ്ണുമായിട്ട് അങ്ങനെ കിട്ടിയിരിക്കുകയാണ്. അങ്ങനെ അടുക്കളയിൽ പോയി നോക്കിയപ്പോൾ മാമിയും അച്ചാമ്മയും ചേട്ടനും കൂടി ഒരു വലിയ കലം. എനിക്ക് മനസ്സിലായി ഇത് തികയാത്തത് കൊണ്ടാണ് താഴെ ഇഡലി പാത്രത്തിലും കൂടെ ബാക്കിയുള്ളത് അവിച്ചിറക്കിയത്. അങ്ങനെ അതിന് വെന്ത് വന്നു. അങ്ങനെ അത് എടുക്കാനായിട്ട് ഭയങ്കര ചൂടാണ്. അത് ചൂടൊന്നും അവിടെ ഒരു മൈൻഡും ഇല്ല. നമുക്കിപ്പോൾ എങ്ങനെയെങ്കിലും കട്ടനും കൂടെ ഇട്ട് അങ്ങനെ കുടിച്ചാൽ മതി. അങ്ങനെ ഓരോന്നോരോന്നായിട്ട് അങ്ങനെ എടുത്ത് വേറൊരു ഇതിലോട്ട് മാറ്റുന്നുണ്ട്. ഇത് അരിവെട്ടി എന്നാണ് അതിന് പറയണ പേര്. നിങ്ങളുടെ നാട്ടിലൊക്കെ എന്താണെന്ന് അറിഞ്ഞൂടാ. നമുക്ക് തിരുവനന്തപുരം സൈഡിൽ അരിവെട്ടി എന്നാണ് ഇതിനെ പറയണത്. അങ്ങനെ ചൂടോടെ അരിവെട്ടിയിലെടുത്ത് മാറ്റുന്നുണ്ട്. പാത്രമൊക്കെ ഇട്ട് ആറ്റി എടുക്കണുണ്ട് ഇങ്ങനെ. അപ്പോൾ എല്ലാവരും കൂടെ അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു പ്രത്യേക വൈബാണല്ലോ. അപ്പം ഒരു വലിയ ചക്ക നമുക്ക് കിട്ടിയായിരുന്നു. ഞങ്ങളുടെ അവിടെ ആലത്തൂരിൽ നിന്ന് ഒരു വലിയ ചക്ക കിട്ടിയായിരുന്നു. നല്ല കൂഴച്ചക്കയാണ്. അപ്പോൾ കൂഴച്ചക്ക ആകുമ്പോൾ അപ്പം അവിക്കാനായിട്ട് നല്ല ടേസ്റ്റ് ആയിരിക്കുമല്ലോ. അപ്പോൾ ഒരു വലിയ ചക്ക കിട്ടിയതിൽ മാവും ശർക്കരയൊക്കെ കൂടെ അങ്ങ് തേങ്ങയൊക്കെ ഇട്ടിരുന്ന് വിരവി എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് ചെയ്തതാണ്. അപ്പോൾ ചേട്ടനാണ് അതിൻ്റെ ആൾ. വലിയ കലമൊക്കെ ഇട്ട് സെറ്റ് ചെയ്ത് ചേട്ടൻ അതൊക്കെ വീട്ടിൽ ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെ എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് പ്രിപ്പയർ ചെയ്ത് അത് അടുപ്പിൽ വെച്ച സമയത്താണ് പിന്നെ എന്നെ ഒന്ന് വിളിച്ചത്. അപ്പോൾ അപ്പൂപ്പ എന്താണ് പറയണമെന്ന് നോക്കാം. അപ്പം പുറത്തിരിപ്പുണ്ടായിരുന്നു. അപ്പൂപ്പ ഇപ്പോൾ പാട്ടൊക്കെ പാടും കേട്ടോ, നിങ്ങൾ നോക്കിക്കോ. പ്രശ്നമില്ല. ഇന്ന് ഇവിടെ എന്താണ് സ്പെഷ്യൽ എന്നറിയാമോ? എന്തോ സാധനം ഉണ്ടാക്കണമെന്ന് അറിയാമോ? അപ്പോൾ ഒരു പാട്ട് പാട്, കൊയ്ത്ത് പാട്ട് പാട്. നട്ടൊരു ഞാറുകളല്ലോ നെല്ലിൻ കതിരിന്റെ പൂഞ്ചോല ചൂടി ആലോലം 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 പാടി പിന്നത്ര പ്ലേറ്റ് വെച്ചോടാ. മടിയില് വാങ്ങിച്ചു ഈ പാട്ടിന്. പ്ലേറ്റിൽ വെച്ചു കൊടുക്കാത്തത് ചൂടാണോ അതിലപ്പോ? ഇന്നലെ നട്ടൊരു പൂഞ്ചോല ചൂടി ആലോലം ആലോലം.
കട്ടനമ്മ കട്ടന നമ്മുടെ ഐറ്റം ഇവിടെ ഇരിപ്പുണ്ട് ഇത്രയും സാധനങ്ങള് കിടത്തിയടി അവിടെ ഇത് പോളോ അങ്ങനെ എല്ലാവരും കൂടെ നമ്മുടെ വീട്ടിൽ വന്നു. അമ്മ അതേ കട്ടനൊക്കെ ഇട്ടിട്ട് എല്ലാവർക്കും കൂടെ എടുത്ത് കൊടുക്കാനായിട്ടുള്ള ഇതിലാണ്. എല്ലാവരും കൂടെ ഇരിപ്പുണ്ട്. എല്ലാവരും ഒരുമിച്ചിരിക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു എന്താണ് ഒരു ഫീലല്ലേ. എല്ലാവരും ഒരുമിച്ചിരുന്ന് അപ്പം ഉണ്ടാക്കി ഒരുമിച്ചിരുന്ന് കട്ടനൊക്കെ ഇട്ട് കുടിക്കുമ്പോൾ ഒരു പ്രത്യേക സന്തോഷമല്ലേ. അങ്ങനെ ആ ഒരു സെക്ഷനിൽ നമ്മൾ കഴിക്കട്ടെ കേട്ടോ. അപ്പൊ തറയിരിക്കും എല്ലാം മകരാകുമ്പോ മത്തടിക്കും എങ്ങനെയുണ്ട് ഗ്രീഷ്മ ആർവി തിന്നാ നീന് എവിടെ അവിടെ എങ്ങനെയുണ്ട് കൊള്ളാമോ ഇലയപ്പം കൊള്ളാമോ കൊള്ളാമോ വല്യമ്മ എങ്ങനെയുണ്ട് സൂപ്പർ കവി എങ്ങനെയുണ്ട് ഇതെന്തൊരു പേര് പറ ഇതിന് നിങ്ങൾ തമിഴ്നാട്ടിൽ എന്താ പേര് പറയും ചോദിക്കട്ടെ തമിഴ്നാട്ടിൽ എന്താ പേര് പറയാ കൊള്ളാമോ അല്ലേ അപ്പം ഈ സാധനം ഉണ്ടോ തമിഴ്നാട്ടില് എന്തോ പേരെന്തോന്ന് പേരെന്തോന്ന് നിന്റെ അമ്മയ്ക്കും അച്ഛനും അപ്പൊ ഞാൻ എന്തെടുത്ത് വെച്ച് കുടിക്കും. എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക സന്തോഷമാണ്, ഒരു പ്രത്യേക ഫീലാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷം. അപ്പോൾ അടുത്ത വിശേഷമായിട്ട് അടുത്ത വ്ളോഗിൽ കാണാം. അതുവരേക്കും ടാറ്റാ ബൈ സീ യു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യണേ.